ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്യൂമർ ബിഹേവിയറിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പാർട്ടായ പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഡു യു മീൻ ബൈ പ്രോഡക്റ്റ് പൊസിഷനിങ്? ഇറ്റ് റെഫേഴ്സ് ടു ദ പ്ലേസ് the product occupies in consumer's mind in relation to competing products. പ്രോഡക്റ്റ് പൊസിഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോമ്പീറ്റിംഗ് പ്രോഡക്ട്സുകളുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഉൾക്കൊള്ളുന്ന ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് പൊസിഷനിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ കോമ്പീറ്റിംഗ് പ്രോഡക്റ്റുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളുടെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഉൾക്കൊള്ളുന്ന അത്തരം പ്രോഡക്ട്സുകൾ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഉൾക്കൊള്ളുന്ന ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് പൊസിഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പോയിൻ്റ്, ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ഇമേജ് ഫോർ എ പ്രോഡക്റ്റ് ഇൻ ദി മൈൻഡ് ഓഫ് ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ഈസ് നോൺ ആസ് പ്രോഡക്റ്റ് പൊസിഷനിങ്. ഇവിടെ ടാർഗറ്റ് ചെയ്ത കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു പ്രോഡക്റ്റിനായിട്ട് ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഇൻ ദി വേർഡ്സ് ഓഫ് കോട്ട്ലർ, പൊസിഷനിങ് ഈസ് ദി ആക്ട് ഓഫ് ഡിസൈനിങ് ദ കമ്പനീസ് ഓഫർ ആൻഡ് ഇമേജ് സോ ദാറ്റ് ഇറ്റ് ഒക്യുപ്പൈസ് എ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് എ വാല്യൂഡ് പ്ലേസ് ഇൻ ദി ടാർഗറ്റ് കസ്റ്റമേഴ്സ് മൈൻഡ്. ഇവിടെ കോട്ട്ലർ എന്ന വ്യക്തി എങ്ങനെയാണ് പ്രോഡക്റ്റ് പൊസിഷനിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഓഫറും ഇമേജും ഡിസൈൻ ചെയ്യുന്ന പ്രവർത്തനമാണ് പൊസിഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുവഴി ടാർഗറ്റഡ് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ വാല്യൂസ്, ഒരു ഗ്രേറ്റർ വാല്യൂസ് പ്ലേസ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ഈ പ്രോഡക്റ്റ് പൊസിഷനിങ്ങിൻ്റെ മെയിനായിട്ടുള്ളൊരു എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്റ്റെപ്സ് ഇൻ പ്രോഡക്റ്റ് പൊസിഷനിങ്. ദർ ആർ 5 സ്റ്റേജസ് ഇൻ പ്രോഡക്റ്റ് പൊസിഷനിങ്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫൈങ് പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്. കൺസ്യൂമേഴ്സ് ജനറലി ചൂസ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് വിച്ച് ഗീവ് ദം greatest value. Therefore, the key to winning and keeping customers is to understand their needs and buying process far better than the competitors do and deliver more values. പ്രോഡക്റ്റ് പൊസിഷനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് സാധാരണയായിട്ട് അവരുടെ പ്രോഡക്ട്സുകളും സർവീസുകളും സെലക്ട് ചെയ്യുന്നുണ്ട്. അത് കസ്റ്റമേഴ്സിന് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂസ് അതിലൂടെ പ്രൊവൈഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. അതിനാൽ തന്നെ കസ്റ്റമേഴ്സിനെ വിജയിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള ഒരു പ്രധാന കാര്യം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട റീസൺ അവരുടെ നീഡ്സുകൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും ബൈയിങ് പ്രോസസ്സിൽ വരുന്ന കോമ്പറ്റീറ്റേഴ്സിനേക്കാളും മികച്ചതാക്കുകയും കൂടുതലായിട്ടുള്ള വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുകയും എന്നതാണ് ഈ ഒരു സ്റ്റേജസിൽ മെയിനായിട്ട് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യുക, ഒരു പ്രോഡക്റ്റിൻ്റെ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ്, identifying the competitor's position. When the firm understands how its customers view its brand relative to competitors, it must study how those same competitors position themselves. Identifying the competitor's position എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്കൊരു പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം, ഒരു പ്രോഡക്റ്റിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റേഴ്സ് പൊസിഷൻ ഏത് രീതിയിലാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ കസ്റ്റമേഴ്സ് അവരുടെ ബ്രാൻഡിനെ
അവരുടെ പ്രോഡക്റ്റിൻ്റെ ബ്രാൻഡിനെ എങ്ങനെ കാണുന്നുവെന്ന് ഓർഗനൈസേഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതുണ്ട്. അത്തരം കേസുകളിൽ അവരുടെ ആ ഒരു കോമ്പറ്റീറ്റേഴ്സുമായിട്ടുള്ള പൊസിഷൻ അത് എങ്ങനെ സ്റ്റഡി ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ മെയിനായിട്ട് പറയുന്നത്. അഥവാ അവരുടെ പൊസിഷൻ അല്ലെങ്കിൽ ആ ഒരു ആ കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ബ്രാൻഡിനെ മനസ്സിലാക്കുന്ന ഓർഗനൈസേഷൻ്റെ ആ ഒരു പൊസിഷനാണ് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ്, ചൂസ് ദി റൈറ്റ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്. എ കമ്പനി മേ ഹാവ് several competitive advantages over its competitors in respect of technology, quality, cost and services. നെക്സ്റ്റ് സ്റ്റേജിൽ പറയുന്നത് ഒരു റൈറ്റ് ടൈപ്പ് ഓഫ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജസ് സെലക്ട് ചെയ്യുക എന്നതാണ് മൂന്നാമത്തെ സ്റ്റേജിൽ പറയുന്നത്. ഇവിടെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ടെക്നോളജി, അതുപോലെ തന്നെ ക്വാളിറ്റി, കോസ്റ്റ്, സർവീസസ് എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കമ്പനിക്ക് അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും നിരവധി കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് ഉണ്ടായിരിക്കും അല്ലേ. അത്തരം കേസുകളിൽ എങ്ങനെയാണ് നമ്മളൊരു പൊസിഷൻ അവിടെ ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പൊസിഷൻ നമ്മളവിടെ ചൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ടെക്നോളജിയും അതുപോലെ തന്നെ ക്വാളിറ്റിയും കോസ്റ്റും സർവീസസും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പൊസിഷനിങ് ആണ് നമ്മളവിടെ ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കേറ്റിംഗ് ദ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ്. ദ ലാസ്റ്റ് സ്റ്റെപ്സ് ഇൻ ദാറ്റ് ദ company is to communicate effectively to the market the firm's positioning concept. ഈ ഒരു പ്രോഡക്റ്റ് പൊസിഷനിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജസ് എന്ന് പറയുന്നത് ഇപ്പോൾ കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് അതെന്താണ്? കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജസ് നമ്മൾ ചൂസ് ചെയ്ത ശേഷം അവയുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നതാണ് ഇവിടെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ പൊസിഷനിങ്ങിൻ്റെ കമ്പനീൻ്റെ പൊസിഷൻ കോൺസെപ്റ്റ് അതെന്താണ്? മാർക്കറ്റിൽ എഫക്റ്റീവായ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്നതാണ് ഈ ഒരു പറയുന്ന പ്രോഡക്റ്റ് പൊസിഷനിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് മോണിറ്ററിങ് ദി പൊസിഷനിങ് സ്ട്രാറ്റജി. മാർക്കറ്റ്സ് ആർ നോട്ട് സ്റ്റാഗ്നൻറ്റ്, ദേ കീപ്പ് ഓൺ ചേഞ്ചിങ്. കൺസ്യൂമേഴ്സ് ടേസ്റ്റ് ഷിഫ്റ്റ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ് റിയാക്ട് ടു ദോസ് ഷിഫ്റ്റ്. Therefore necessary changes may be made in the positioning strategy. ഇവിടെ മെയിനായിട്ട് പൊസിഷനിങ് സ്ട്രാറ്റജീസിൽ അതിനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ് ഈ ഒരു സ്റ്റേജസിൽ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്താണ് ഇത്തരം കേസുകളിൽ മാർക്കറ്റുകൾ ഒരിക്കലും എന്താണ് സ്റ്റാഗ്നൻ്റ് ആയിരിക്കില്ല. അഥവാ ഇവിടെ എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പൊസിഷനിങ് സ്ട്രാറ്റജി അതിലെന്താണ് നമുക്ക് അതിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ചേഞ്ചസ് ഒക്കെ വരുത്താൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ടെക്നിക്സ് ഓർ സ്ട്രാറ്റജീസ് ഓർ അപ്രോച്ചസ് ഓഫ് പ്രോഡക്റ്റ് പൊസിഷനിങ്. ടെക്നിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ്, അതുമല്ലെങ്കിൽ അപ്രോച്ചസ് ഓഫ് പ്രോഡക്റ്റ് പൊസിഷനിങ്. ഫസ്റ്റ് അപ്രോച്ചസ് അല്ലെങ്കിൽ ഫസ്റ്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് പൊസിഷനിങ് ബൈ പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ബെനിഫിറ്റ്സ്. ഇറ്റ് ഈസ് റിലേറ്റിംഗ് എ പ്രോഡക്റ്റ് വിത്ത് എ പ്രോഡക്റ്റ് ഫീച്ചേഴ്സ്. ഈ പറയുന്ന പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്സ് അതുപോലെ തന്നെ ബെനഫിറ്റ്സ് എന്നീ പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സുകൾ ഒരു പ്രോഡക്റ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അഥവാ ഒരു പ്രോഡക്റ്റിൻ്റെ മെയിൻ ഫീച്ചേഴ്സാണ് ആട്രിബ്യൂട്ട്സ്, ബെനിഫിറ്റ്സ് എന്നുള്ള പറയുന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ മെയിനായിട്ട് പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന പ്രോഡക്റ്റുമായിട്ടാണ് എന്നാണ് പറയുന്നത്. അല്ലാതെ നമുക്ക് എന്താണ് അനദർ ഒരു പേഴ്സൻ്റെ ബെനിഫിറ്റ്സും ആട്രിബ്യൂട്ട്സും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കില്ല അല്ലേ. ഇവിടെ എന്താണ് ഒരു പ്രോഡക്റ്റിൻ്റെ ഫീച്ചേഴ്സാണ് അവിടെ റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തുമായിട്ട്? മറ്റൊരു പ്രോഡക്റ്റുമായിട്ട്. നെക്സ്റ്റ്, സംടൈംസ് എ പ്രോഡക്റ്റ് ക്യാൻ ബി പൊസിഷൻഡ് ഇൻ ദ ടേംസ് ഓഫ് 2 or more attributes simultaneously. ഇവിടെ ചില കേസുകളിൽ ഒരു പ്രോഡക്റ്റ് തന്നെ 2 or അതിലധികമോ ആട്രിബ്യൂട്ട്സുകൾ അനുസരിച്ച് ഒരേ സമയം നമുക്ക് എന്താണ് സ്ഥാപിക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് എ കോമൺ അപ്രോച്ചസ് ഇൻ പൊസിഷനിങ് എ പ്രോഡക്റ്റ് ഓൺ ദി ബേസിസ് ഓഫ് സ്പെസിഫിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓൺ ബെനിഫിറ്റ്സ് ഓഫേർഡ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുകളുടെയോ ഓഫറുകളുടെയോ അടിസ്ഥാനത്തിൽ ഒരു പ്രോഡക്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള ഒരു ബെനഫിറ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള ഒരു കോമൺ അപ്രോച്ചസ് ആണ് പൊസിഷനിങ് ബൈ പ്രോഡക്റ്റ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ബെനഫിറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പൊസിഷനിങ് ബൈ പ്രൈസ്. മാർക്കറ്റേഴ്സ് കോമൺലി യൂസ് ദ പ്രൈസിങ് ആസ് എ സ്ട്രാറ്റജി ടു പൊസിഷൻ ദെയർ പ്രോഡക്റ്റ്. പൊസിഷനിങ് ബൈ പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റേഴ്സ് സാധാരണയായിട്ട് അവരുടെ പ്രോഡക്റ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു പ്രൈസിങ് സ്ട്രാറ്റജി എന്താണ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പ്രീമിയം ബ്രാൻഡ്സ് ആർ പൊസിഷൻഡ് അറ്റ് ഹൈ പ്രൈസ് ടു ക്യാപ്ചർ ദ മാർക്കറ്റ് വെറാസ് ഓഫർ ദയർ ബ്രാൻഡ്സ് അറ്റ് കോമ്പറ്റീറ്റീവ് പ്രൈസ്. ഇവിടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഒക്കെ പിടിച്ചെടുക്കുന്നതിനായിട്ട് പ്രീമിയം ബ്രാൻഡിനെ ഏറ്റവും ഹയസ്റ്റ് പ്രൈസിനാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത്തരം കേസുകളിൽ മറ്റുള്ള കോമ്പറ്റീറ്റീവ് പ്രൈസ് അല്ലെങ്കിൽ മറ്റുള്ള പ്രോഡക്ട്സിൻ്റെ കോമ്പറ്റീറ്റീവ് പ്രൈസിന് അവരുടെ ബ്രാൻഡുകൾക്ക് പുതുതായിട്ടുള്ള പ്രൈസുകളൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് എന്താണ് അവർ അത് അത്തരം കേസുകൾ അവരെന്താണ് വേറൊരു മാർക്കറ്റിലേക്ക് അത് ലീഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പൊസിഷനിങ് ബൈ പ്രൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മാർക്കറ്റേഴ്സ് സാധാരണയായിട്ട് അവരുടെ പ്രോഡക്റ്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു പ്രൈസിങ് സ്ട്രാറ്റജി അവിടെ ഫിക്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ഈ മാർക്കറ്റിനെ പിടിച്ചെടുക്കുന്നതിനായിട്ട് പ്രീമിയം ബ്രാൻഡിനെ ഹയർ പ്രൈസിലാണ് അവർ സ്ഥാപിക്കുന്നത്. അത്തരം കേസുകളിൽ മറ്റുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റുള്ള പ്രോഡക്ട്സുകളുടെ കോമ്പറ്റീറ്റീവ് പ്രൈസിന് അവരുടെ ബ്രാൻഡുകൾക്ക് പുതുതായിട്ട് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അത് പുതിയ പ്രൈസുകൾ കൊടുത്ത് അല്ലെങ്കിൽ പുതിയ ഓഫേഴ്സുകൾ കൊടുത്തിട്ട് പുതിയ പ്രോഡക്ട്സുകൾ എന്താണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പൊസിഷനിങ് ബൈ യൂസ് ഓർ ആപ്ലിക്കേഷൻസ്. പൊസിഷനിങ് സ്ട്രാറ്റജീസ് ഫോളോവഡ് ബൈ കമ്പനീസ് ഈസ് റിലേറ്റിംഗ് ദയർ പ്രോഡക്ട്സ് വിത്ത് എ സ്പെസിഫിക് യൂസ് ഓർ ആപ്ലിക്കേഷൻസ്. ഇവിടെ പൊസിഷനിങ് ബൈ യൂസ് ഓർ ആപ്ലിക്കേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പനികൾ എന്താണ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനികൾ ഫോളോ ചെയ്യുന്ന പൊസിഷനിങ് സ്ട്രാറ്റജീസ് അവരുടെ പ്രോഡക്റ്റുകളുടെ ഒരു സ്പെസിഫിക് യൂസിനോ ആപ്ലിക്കേഷനോ ഉപയോഗിച്ചാണ് ബന്ധപ്പെടുത്തുന്നത്. വെച്ച് കഴിഞ്ഞാൽ കമ്പനീസ് അഥവാ ഫേംസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിനൊക്കെ പിന്തുടരുന്ന ഒരു പ്രോഡക്റ്റ് പൊസിഷനിങ് സ്ട്രാറ്റജീസ് ഉണ്ടായിരിക്കും അല്ലേ. അവരുടെ പ്രോഡക്റ്റുകളെ ഒരു സ്പെസിഫിക് യൂസോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ ആയിട്ട് ഉപയോഗിച്ച് അത്തരത്തിലാണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത് ആ കമ്പനിയുമായിട്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, പൊസിഷനിങ് ബൈ പ്രോഡക്റ്റ് യൂസർ. ദ സ്ട്രാറ്റജി ഈസ് ബേസ്ഡ് ഓൺ സർട്ടൻ പ്രോഡക്ട്സ് ബീയിങ് സ്യൂട്ടഡ് ഫോർ സർട്ടൻ യൂസേഴ്സ്. പൊസിഷനിങ് ബൈ പ്രോഡക്റ്റ് യൂസേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കസ്റ്റമേഴ്സിന് അനുയോജ്യമായിട്ടുള്ള ചില പ്രോഡക്ട്സുകൾ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരിക്കും ഇത്തരത്തിലുള്ള സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പൊസിഷനിങ് ബൈ പ്രോഡക്റ്റ് ക്ലാസ്. വെൻ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് എക്സിസ്റ്റ്, ദ ഫേം may focus on the benefits its products class relative to other product classes. പൊസിഷനിങ് ബൈ പ്രോഡക്റ്റ് ക്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മറ്റ് പ്രോഡക്റ്റ് ക്ലാസ്സുകളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റ് ക്ലാസ്സിൻ്റെ ബെനിഫിറ്റ്സുകളിൽ അഥവാ ആനുകൂല്യങ്ങളിൽ ഓർഗനൈസേഷൻസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, പൊസിഷനിങ് ബൈ കോമ്പറ്റീറ്റേഴ്സ്. സർട്ടൻ ഫേംസ് കമ്പനീസ് their brands with the competitors' brand as a means of gaining the desired position for their brand in the mind of the consumers. പൊസിഷനിങ് ബൈ കോമ്പറ്റീറ്റേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ അഥവാ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ അവരുടെ ബ്രാൻഡുകൾക്ക് ആവശ്യമുള്ള ആ ഒരു പൊസിഷൻ നേടുന്നതിനുള്ള മാർഗമായിട്ട് ചില ഓർഗനൈസേഷൻസുകൾ അവരുടെ ബ്രാൻഡുകളെ കോമ്പറ്റീറ്റേഴ്സ് ബ്രാൻഡുകളായിട്ട് താരതമ്യം ചെയ്യുന്നുണ്ട്. അത്തരം കേസുകളും എന്താണ് ഈ സ്ട്രാറ്റജീസിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ്, പൊസിഷനിങ് ബൈ കൾച്ചറൽ സിംബൽസ്. സം കമ്പനീസ് യൂസ് കൾച്ചറൽ സിംബൽസ്
ടു ഡിഫറൻഷിയേറ്റ് ദയർ ബ്രാൻഡ്. കൾച്ചറൽ സിംബൽസ് എന്നോട് ഉദ്ദേശിക്കുന്നത് ചില കമ്പനികൾക്ക് അവരുടെ ബ്രാൻഡുകൾ വേർതിരിക്കുന്നതിന് അല്ലെങ്കിൽ അഥവാ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് കൾച്ചറൽ സിംബൽസുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കൾച്ചറൽ സിംബൽസ് വഴി എന്താണ് ചില കമ്പനികൾക്ക് അവരുടെ ബ്രാൻഡുകൾ എന്താണ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, പൊസിഷനിങ് ബൈ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി. ദ കമ്പനീസ് ദാറ്റ് ഹാവ് ബിക്കം എ ടയർഡ് ആൻഡ് ട്രസ്റ്റഡ് household name, for example Tata, Sony, etc., are used to imply the competitive superiority of their new brands. ഇവിടെ മെയിനായിട്ട് പറയുന്നത് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി അഥവാ ഒരു പൊസിഷനിങ് സ്ട്രാറ്റജി ആയിട്ടാണ് പറയുന്നത്. അഥവാ ഒരു കോർപ്പറേറ്റിൽ അവരുടെ ഐഡൻറ്റിറ്റി അതെന്താണ് നിലനിർത്തിക്കൊണ്ട് ആ ഒരു സ്ഥാനം അവിടെ എന്താണ് എക്സിസ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. അവിടെ മെയിനായിട്ട് നമുക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമേഴ്സിന് ആ ഒരു കോർപ്പറേറ്റുമായിട്ടുള്ള ഡീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു കോർപ്പറേറ്റിൻ്റെ ഐഡൻറ്റിറ്റി നിലനിർത്തണമെങ്കിൽ കസ്റ്റമേഴ്സിന് എന്താണ് അവിടെ ഏറ്റവും കൂടുതലായിട്ട് ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ടാറ്റ, സോണി എന്നീ പ്രോഡക്ട്സുകളൊക്കെ എന്നീ ബ്രാൻഡുള്ള പ്രോഡക്ട്സുകളൊക്കെ എന്താണ് അതൊരു ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ. കാരണം അത് ട്രസ്റ്റഡ് ആണ്, വിശ്വസനീയമായിട്ടുള്ള പ്രോഡക്ട്സുകളാണ്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് എന്താണ് കൂടുതലായിട്ട് അത്തരം പ്രോഡക്ട്സുകളുടെ പൊസിഷൻസ് ആണ് കൂടുതലായിട്ട് തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ്, പൊസിഷനിങ് ബൈ ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ്. മാർക്കറ്റേഴ്സ് യൂസ് ദ നെയിം ഓഫ് company powerful brand for the laying extensions or while entering another product categories. ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ലൈൻ എക്സ്റ്റൻഷൻസുകൾക്കായിട്ട് അല്ലെങ്കിൽ മറ്റൊരു പ്രോഡക്റ്റ് വിഭാഗത്തിൽ പ്രവേശിക്കുമ്പോൾ മാർക്കറ്റേഴ്സ് കമ്പനിയുടെ പവർഫുൾ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ശക്തമായ ആ ഒരു ബ്രാൻഡിൻ്റെ നെയിം എന്താണ് യൂസ് ചെയ്തിട്ടാണ് മറ്റൊരു കമ്പനിയിലേക്ക് അവർ പ്രവേശിക്കുന്നത്. അപ്പോൾ ഇത്തരം സ്ട്രാറ്റജീസുകൾ യൂസ് ചെയ്തുകൊണ്ടിട്ടാണ് ഒരു പ്രോഡക്റ്റ് പൊസിഷനിങ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് പൊസിഷനിങ്ങിൻ്റെ ടെക്നിക്സുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നെക്സ്റ്റ്, എലമെൻറ്റ്സ് ഓഫ് പൊസിഷനിങ്. ദർ ആർ 4 elements of product positioning. First one, the product. Second one, the company. Third one, the competitors. Fourth one, the consumer. First one, the product. Design, special features, attributes, quality, price, durability, brand, package, etc. of the product creates its own image in the mind of the consumers. Material ingredients of a product is also important in the process of product positioning. The product എന്നോട് ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ, സ്പെഷ്യൽ ഫീച്ചേഴ്സ്, ആട്രിബ്യൂട്ട്സ്, ക്വാളിറ്റി, പ്രൈസ്, ഡ്യൂറബിലിറ്റി, ബ്രാൻഡ്, പാക്കേജസ് തുടങ്ങിയവ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ അതിൻ്റേതായിട്ടുള്ള ഒരു ഇമേജസ് അല്ലെങ്കിൽ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രോഡക്റ്റ് പൊസിഷനിങ് പ്രോസസ്സിൽ ഒരു പ്രോഡക്റ്റിൻ്റെ മെറ്റീരിയൽ ഇൻഗ്രീഡിയൻസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നെക്സ്റ്റ്, ദ കമ്പനി. ദി ഗുഡ് വിൽ ഓർ റെപ്യൂട്ടേഷൻ ഓഫ് ദി കമ്പനി ലെൻസ് ആൻഡ് ഓറ ടു ഇറ്റ്സ് ബ്രാൻഡ്. ഫോർ എക്സാമ്പിൾ ടാറ്റ, Godrej, Bajaj, Reliance, etc. have very good reputation in the market. കമ്പനിക്ക് അതിൻ്റെ ബ്രാൻഡ് വഴി എന്താണ് ഒരു ഗുഡ് വില് അതുപോലെ തന്നെ റെപ്യൂട്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ടാറ്റ, ഗോദ്രേജ്, അതുപോലെ തന്നെ ബജാജ്, റിലയൻസ് തുടങ്ങിയവയൊക്കെ മാർക്കറ്റിൽ എന്താണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഇമേജസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരം കേസുകളിലൊക്കെ എന്താണ് കമ്പനിക്ക് ഒരു ഗുഡ് വിൽ അതുപോലത്തെ റെപ്യൂട്ടേഷൻസ് അതിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദി കോമ്പറ്റീറ്റേഴ്സ്. Product positioning is a competitive strategy. The product image is built in consumers' mind in relation to the competing products. Product position strategy therefore require a careful study of competition. ഇവിടെ കോമ്പറ്റീറ്റേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രോഡക്റ്റ് പൊസിഷനിങ്ങിൽ ഒരു കോമ്പറ്റീറ്റീവ് സ്ട്രാറ്റജിയാണ് പ്രോഡക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത്. ഇവിടെ കോമ്പറ്റിംഗ് പ്രോഡക്ട്സുകളുമായിട്ട് ബന്ധപ്പെട്ട്
കൺസ്യൂമേഴ്സുകളുടെ അഥവാ കസ്റ്റമേഴ്സുകളുടെ മനസ്സിൽ ഒരു പ്രോഡക്റ്റിൻ്റെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിർമ്മിക്കുക എന്നതാണ് മെയിനായിട്ട് പറയുന്നത്. ഇവിടെ പ്രോഡക്റ്റ് പൊസിഷൻ സ്ട്രാറ്റജി, അതിനാൽ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ചുള്ള ആ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ കൺസ്യൂമർ അൾട്ടിമേറ്റ് എയിം ഓഫ് പൊസിഷനിങ് പോളിസി ഈസ് ടു ക്രിയേറ്റ് എ പ്ലേസ് ഫോർ ദ പ്രോഡക്റ്റ് ഇൻ കൺസ്യൂമേഴ്സ് മൈൻഡ്. Therefore it become necessary to study the consumers behaviors toward the products. ഇവിടെ ഒരു കൺസ്യൂമർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പൊസിഷനിങ് പോളിസി, കൺസ്യൂമറിൻ്റെ ഒരു പൊസിഷനിങ് പോളിസീൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് മനസ്സിലാക്കാത്തവരുടെ മനസ്സിൽ എന്താണ് ആ പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് ഒരു മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്താണ് അവരുടെ മനസ്സിൽ ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഒരു കൺസ്യൂമറിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ഇവിടെ അതിനാൽ തന്നെ പ്രോഡക്ട്സുകളോടുള്ള കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ബിഹേവിയർ അത് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പൊസിഷനിങ് പോളിസിയുടെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് മനസ്സിലാക്കാത്തവരുടെ മനസ്സിലൊരു ഇടം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. അതിനാൽ തന്നെ പ്രോഡക്ട്സുകളോടുള്ള കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയർ അത് സ്റ്റഡി ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം എലമെൻസുകളാണ് നമ്മുടെ പൊസിഷനിങ് സ്ട്രാറ്റജീസിൽ മെയിനായിട്ട് പറയുന്നത്. നെക്സ്റ്റ്, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റായിട്ട് പറയാനുള്ളതാണ് റീപൊസിഷനിങ്. എന്താണ് റീപൊസിഷനിങ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് ചേഞ്ച് ഇൻ ദി പ്രോഡക്റ്റ് ഡിസൈൻ, ഫോർമുലേഷൻ, ബ്രാൻഡ് ഇമേജ് ഓർ ബ്രാൻഡ് നെയിം so as to alter the product competitive position. റീപൊസിഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോഡക്ട്സിനെ ഡിസൈൻ ചെയ്യുക, പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക, അതുപോലെ തന്നെ ഫോർമുലേഷൻ ചെയ്യുക, ബ്രാൻഡ് ഇമേജ് അല്ലെങ്കിൽ ബ്രാൻഡ് നെയിം മാറ്റുക, അങ്ങനെ പ്രോഡക്റ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പൊസിഷൻ മാറ്റുക എന്നതാണ് റീപൊസിഷനിങ് എന്നുള്ള ആ ഒരു ടേംസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടേം 2 മാർക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ചാണ്. അത് അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ഈ റീപൊസിഷനിങ് എന്നുള്ള ആ ഒരു പോർഷൻ 2 മാർക്കിന് ചോദിക്കാം. പ്രോഡക്റ്റ് പൊസിഷനിങ്ങും നന്നായിട്ട് പഠിച്ചു വെക്കാം. അതും ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.